ഹൗസിൽ കയറിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് വൈറലാവുമെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ആർക്കും നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായുള്ള ആളാണ് സിബിൻ. സിബിൻ വന്നപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സിബിൻ ഒരു എൻ്റർടൈനറാണ്, ഒരു DJ ആണ്, അതിലുപരി നല്ലൊരു പ്രാസംഗികനാണ്, അതിലുപരി നല്ലൊരു ബുദ്ധിമാനും കൂടിയാണ്. അല്ലാണ്ട് വെറുതെ ഒന്നും സോഷ്യൽ മീഡിയ ഒരാളെടുത്ത് തലയിൽ വയ്ക്കില്ല. ഇന്നലെ ഒരൊറ്റ ദിവസം ഡിബേറ്റ് കൊണ്ട് നമ്മുടെ സിബിൻ താരമായിരിക്കുകയാണ്. അതെന്തുകൊണ്ട്? ജാസ്മിനെ ഉടുത്തുകൊണ്ട് ആ ഡിബേറ്റിൻ്റെ ഇടയിൽ അരമണിക്കൂർ 1 മണിക്കൂറോളം നമ്മുടെ ജാസ്മിൻ നിന്നിട്ട് വായിട്ട് അടിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, മറ്റോണം ചെയ്തു, മറിച്ചോണം ചെയ്തു എന്നൊക്കെ. അതിനൊന്നും ഒരക്ഷരം പോലും മിണ്ടാണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്താണെന്ന് സംസാരിക്കാത്തത്? നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. എന്ത് സംസാരിക്കണം, ഏത് സംസാരിക്കണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. അതിന് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഡിബേറ്റ് അടിപൊളിയാക്കിയിട്ടുണ്ട്. എണ്ണി അവൾ പറഞ്ഞതിന് എല്ലാം എണ്ണി അങ്ങോട്ട് ഉത്തരം കൊടുത്തപ്പോൾ ജാസ്മിനാകെ വേർത്ത് പോയി. എന്നിട്ട് പുല്ല് പോലെ അവളവിടെ കിടന്ന് കരയട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഏറ്റുപോയത്, സ്കൂട്ടായി പോയത് അതിനേക്കാളും ഗംഭീര പ്ലേ ആണ്. അതാണ് മെറ്റീരിയൽസ്, അതാണ് ബിഗ് ബോസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഈ സിബിനൊക്കെ ബിഗ് ബോസ് ആദ്യമേ കയറ്റേണ്ടതായിരുന്നു. ഈ 1 മാസം വെയിറ്റ് ചെയ്തതിലാണ് നമുക്ക് സങ്കടം. ഇത്രയും നല്ല മെറ്റീരിയൽസ് ബിഗ് ബോസിൻ്റെ കയ്യിലുണ്ടായിട്ട് എന്തേ വരാൻ ഇത്ര വൈകി എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ജാസ്മിൻ ഒരു സിബിനൊന്നും ഒരു അരിയല്ല. അവൾ ഇത്രയും കിടന്ന് വായിട്ടടിച്ചിട്ട് വെറും 4 സംഭാഷണം കൊണ്ട് അവളെ കോരി വാരി, അവൾ തൂത്തുവാരി, അവൾ ഒന്നും അല്ലാണ്ടായി. അതാണ് നമ്മുടെ ഈ ബിഗ് ബോസിൽ ആവശ്യം. അല്ലാണ്ട് തല്ലോ കുത്തോ ചവിട്ടോ ഒന്നല്ല. ഒരാൾ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ആ ചോദ്യത്തിനുള്ള മറുപടികൾ എന്ത് പറയണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. നിൻ്റെ സൗകര്യത്തിന് സംസാരിക്കാൻ എനിക്ക് കഴിയില്ലടി, നിൻ്റെ ഉത്തരത്തിന് എനിക്ക് മറുപടി തരാൻ എനിക്ക് കഴിയില്ലടി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാനുള്ള ഒരു ആർജവം, അത് സിബിൻ്റെ മാത്രമുള്ളൊരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് സിബിൻ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ജാസ്മിനും ഗബ്രിക്കും ഇവിടെ ഒന്നും യാതൊരു കളി നടക്കത്തില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മാതിരിയുള്ള ആൾക്കാർ ഇനി ശ്രീകുമാർ മോശമൊന്നല്ല. ശ്രീകുമാറിനെ പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ആണുപെണ്ണുണ്ട്, ഇതിനു മുമ്പ് പോയുള്ള ഒരു റിയാസ് സലീം, അവൻ കിടന്നിട്ട് ഓളിയിട്ടുണ്ട്. അവനെ പുറത്താക്കണം, മറ്റേ ചെയ്യണം, മറിച്ച് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവരെക്കാളും നല്ല കളിക്കാർ ഇവിടെ വന്ന് കളിക്കുമ്പോൾ അവർക്കൊന്നും ദഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭാഷണങ്ങൾ പറയുന്നത്. ഇവരൊന്നല്ല, താരങ്ങൾ കെടുക്കുകയാണ് പുറത്ത് ഒരുപാട്. നിങ്ങൾ മുമ്പ് തന്നെ സെലിബ്രിറ്റികളെ കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല ബിഗ് ബോസ്. ഇതുപോലെയുള്ള പുലികളെ നിങ്ങൾ തെരഞ്ഞു പിടിക്കുക, ബിഗ് ബോസ് ഹൗസിലേക്ക് ഇറക്കി വിടുക. അപ്പോൾ അവർ കളിക്കട്ടെ, അവർ കളി കാണാനായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ മാർക്ക് മുഴുവൻ സിബിൻ കൊണ്ടുപോയിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.